السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. والذين آمنوا واتبعتهم ذريتهم بإيمان ألحقنا بهم ذريتهم. സ്നേഹമുള്ള രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി മുന്നോട്ട് പോകണമെന്ന് സ്വന്തത്തെ മറക്കാതെ പ്രത്യേകം ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമുഖ ഭാഷണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതുപോലെ പെരിന്തൽമണ്ണ ശാഖ മഹല്ല് കുടുംബ സംഗമത്തിലാണ് നാം ഓരോരുത്തരും ഒത്തുചേർന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, കുടുംബമായി ജീവിക്കാനാവുക എന്നത് വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഭാര്യ സന്താനങ്ങളുമായി സന്തോഷത്തോടെ കഴിഞ്ഞുകൂടണം എന്നത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ കുടുംബജീവിതവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞപ്പോൾ ലിതസ്കുനു ഇലൈഹ, നിങ്ങൾക്ക് അവരിലൂടെ സമാധാനം കണ്ടെത്താൻ എന്ന ഒരു പ്രയോഗം നമുക്ക് കാണാൻ കഴിയും. വീടിനെ സംബന്ധിച്ചു പറഞ്ഞപ്പോഴും ഫീ ബുയൂത്തിക്കും സക്കന, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്ക് സമാധാനം നൽകിയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ വീട്ടിലും കുടുംബത്തിലുമൊക്കെ സമാധാനം ഉണ്ടാകുമ്പോഴാണ് അവന്റെ വീട്, അവന്റെ കുടുംബം ഒരു ഇസ്ലാമിക ഭവനമായി, ഒരു ഇസ്ലാമിക കുടുംബമായി മാറുന്നത് എന്നാണ് പ്രസ്തുത ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ ആ ഒരു അവസ്ഥ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടോ? ഇല്ലെങ്കിൽ എന്താണ് അതിന്റെ കാരണം? അതിന്റെ പരിഹാര മാർഗം എന്താണ്? തീർച്ചയായും നാം ഓരോരുത്തരും അറിയുകയും അന്വേഷിക്കുകയും ജീവിതത്തിൽ ഒരു ക്രമീകരണം വരുത്താൻ തയ്യാറാവുകയും ചെയ്യേണ്ടതുണ്ട്. ഒരു കുടുംബം എന്ന് പറയുമ്പോൾ വൈവാഹിക ജീവിതത്തിലൂടെയാണ് അത് ആരംഭിക്കുന്നത് എന്നത് ഇസ്ലാം കൃത്യമായി മുന്നോട്ട് വെക്കുന്ന ഒരാശയമാണ്. കാരണം ഒരു മനുഷ്യന് ദാഹിക്കുമ്പോൾ വെള്ളം വേണം, വിശക്കുമ്പോൾ ഭക്ഷണം വേണം എന്ന പോലെ അവന്റെ പ്രത്യേക പ്രായത്തിലുണ്ടാകുന്ന ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും പൂർത്തീകരിക്കാനുള്ള ഒരു പരിഹാര മാർഗമാണ് വിവാഹം എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിവാഹം പവിത്രമായിരിക്കണമെന്നും അതിലൂടെ മാത്രമേ കുടുംബജീവിതം സമാധാനത്തോടെ നയിക്കാൻ കഴിയുകയുള്ളൂ എന്നും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. വിവാഹം തന്നെ വേണ്ട എന്ന് പറയുന്ന, തന്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പൂർത്തീകരിക്കാൻ അങ്ങനെ ഒരു ചട്ടക്കൂട് തന്നെ വേണ്ട എന്ന് പറയുന്ന
ആളുകളുടെ എണ്ണം കൂടി വരുന്നു എന്നത് സ്വാഗത അധ്യക്ഷ സംസാരത്തിൽ നമ്മൾ കേൾക്കുകയുണ്ടായി. ചിലരെങ്കിലും വിവാഹം തന്നെ ഇല്ലാത്ത ഒരു ജീവിതമാണ് അള്ളാഹുലേക്ക് അടുക്കാൻ ഏറ്റവും നല്ലത് എന്ന് ചിന്തിക്കുന്ന സൂഫിസവും സന്യാസവും സ്വീകരിക്കുന്ന ആളുകളുമാണ്. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ നിന്നുകൊണ്ട് മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ് എന്നും സമൂഹത്തിന്റെ കെട്ടുറപ്പിന് നിലനിൽപ്പിന് അവന്റെ കുടുംബ പരമ്പരയുടെ മുന്നോട്ട് പോക്കിന് വിവാഹമെന്ന പവിത്രമായ ഒരു നിയമം ആവശ്യമാണ് എന്നും ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ഞാനിത് ആമുഖമായി പറഞ്ഞത് കുടുംബത്തിൽ സമാധാനവും ശാന്തിയും ഇസ്ലാമികമായ അവസ്ഥയും ഉണ്ടാകണമെങ്കിൽ അവന്റെ വിവാഹ സമയം മുതൽ തന്നെ അവൻ ശ്രദ്ധിക്കണം എന്നതുകൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 4 അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മർഅത്തുൻ സ്വാലിഹ, പടച്ചവനെ പേടിയുള്ള ദീനിയായി തന്നെ സംരക്ഷിക്കുന്ന ഒരു ഇണയെ ലഭിക്കുക എന്നതാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 34-ാമത്തെ ആയത്ത് വിശുദ്ധ ഖുർആൻ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: സ്വർണവും വെള്ളിയുമൊക്കെ തങ്കരിച്ചു വെക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന് അറിയിച്ചു കൊള്ളുക. ഈ ആയത്ത് സ്വഹാബികളിൽ വല്ലാതെ വേദനയുണ്ടാക്കി. കാരണം സ്വർണവും വെള്ളിയുമൊക്കെ ഭൗതികമായ സ്വത്ത് എന്ന നിലക്ക് ശേഖരിച്ചു വെച്ചാൽ ഉപകാരപ്പെടും എന്ന നിലക്കാണ് അവരത് ശേഖരിച്ചു വെക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നുകൊണ്ട് സ്വഹാബികൾ ചോദിക്കുകയാണ്: റസൂലേ, സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും ഞങ്ങൾക്ക് സ്വീകരിച്ചു വെക്കാൻ പറ്റുന്ന, ശേഖരിച്ചു വെക്കാൻ പറ്റുന്ന, സമ്പാദിക്കാൻ പറ്റുന്ന ഒരു സ്വത്തുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ അറിഞ്ഞാൽ അത് ഞങ്ങൾ ചെയ്യുമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉണ്ട്. സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷം നൽകുന്ന, ഉപകാരം നൽകുന്ന ചില ഘടകങ്ങളുണ്ട്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ദലുഹു ലിസാനുൻ ദാക്കിർ, അതിലേറെ ശ്രേഷ്ഠമായതാണ് അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു നാവുണ്ടാകൽ. വഖൽബുൻ ഷാക്കിർ, അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന ഒരു മനസ്സുണ്ടാകൽ, ഒരു ഹൃദയമുണ്ടാകൽ. വമർഅത്തുൻ സ്വാലിഹത്തുൻ തുഈനുഹു അലാ ഈമാനി, മതപരമായ കാര്യങ്ങളിൽ ഈമാനിന്റെ വിഷയത്തിൽ തന്നെ സഹായിക്കുന്ന, പിന്തുണക്കുന്ന, തന്റെ തെറ്റുകൾ ഗുണകാംക്ഷയോടെ തിരുത്തുന്ന, ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഇണയെ ലഭിക്കൽ, അത് ജീവിതത്തിൽ വലിയ സൗഭാഗ്യമാണ്. അപ്പൊ കുടുംബ ജീവിതത്തിലേക്ക് കയറി ചെല്ലുന്ന ആദ്യത്തെ ഘടകം, വിവാഹമാകുന്ന ആ ഒരു രംഗം, അത് തന്നെ ജീവിതത്തിലേക്ക് വരുന്ന ഇണ റബ്ബിനെ പേടിക്കുന്ന ഒരു ഇണയായി മാറണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. സഹോദരങ്ങളെ, അങ്ങനെ പരസ്പരം അറിഞ്ഞും അംഗീകരിച്ചും സ്നേഹിച്ചും സേവിച്ചും സഹിച്ചും സഹകരിച്ചും ഒക്കെ ജീവിക്കാനുള്ള ഒരു മനസ്സ് ഇണകൾ പരസ്പരം കാണിക്കേണ്ടതുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഓരോ വശങ്ങളും വിശദമായി തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഭർത്താവിന് ഭർത്താവിൻ്റെതായ സ്ഥാനമാനങ്ങളുണ്ട്, ഭാര്യയ്ക്ക് കിട്ടേണ്ട അവകാശങ്ങളും അവൾ നിർവഹിക്കേണ്ട കടമകളുമുണ്ട്. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നിസായിലൂടെ, സൂറത്തുൽ ബഖറയിലൂടെ ഒക്കെ ആവർത്തിച്ച് പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ പലപ്പോഴും ആ ഒരു അദബുകളോ മര്യാദകളോ ഒന്നും പലരും പാലിക്കാതെ പോകുമ്പോഴാണ് ധാരാളം പ്രയാസങ്ങൾ കുടുംബ ജീവിതത്തിൽ സഹിക്കേണ്ടി വരുന്നത്. സഹോദരങ്ങളെ, ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാളും ഒരു പദവി അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ് അത് എന്ന് വളരെ ഗൗരവമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ലിർരിജാലി, തീർച്ചയായും പുരുഷന്മാർക്കുണ്ട് സ്ത്രീകളെക്കാളും ഒരു ദറജ അധികമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, റിജാലു ഖവ്വാമൂന അലൻ നിസാ, സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാണ് പുരുഷന്മാർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല
വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു സ്ത്രീ കടന്നു വരികയാണ്. ചില ആവശ്യങ്ങളുമായാണ് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുത്തു. നിനക്ക് ഭർത്താവുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞു. നീ അവരോട് എങ്ങനെയാണ് ഇടപഴകുന്നത് എന്ന് ചോദിച്ചു. എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ കാര്യം നീ ശ്രദ്ധിച്ചു പോരണം, നീ സൂക്ഷിച്ചു പോരണം. കാരണം നിന്റെ ഭർത്താവാണ് നിന്റെ സ്വർഗം, നിന്റെ നരകം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഫഇന്നമാ ഹുവ ജന്നതുകി വനാറുകി. നിന്റെ ഭർത്താവിനോടുള്ള പെരുമാറ്റം എങ്ങനെയാണ് എന്ന് നോക്കിക്കൊണ്ടാണ് നിന്റെ സ്വർഗവും നിന്റെ നരകവും തീരുമാനിക്കുന്നത് എന്നാണ്. സഹോദരങ്ങളെ, ഞാൻ അധികം ആ ഭാഗം വിശദീകരിക്കുന്നില്ല. പരിമിതമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ മഹത്വം മനസ്സിലാകാൻ ഒരു ഭർത്താവിന്, ഒരു പെണ്ണ് തന്റെ ഭർത്താവിന് മുന്നിൽ എത്ര സേവനങ്ങൾ ചെയ്യണമെന്നറിയാൻ ഒരൊറ്റ ഹദീസ് മാത്രം മതിയാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. ലൗ അന്ന മിൻ ഖദമിഹി ഇലാ മഫ്രിഖി റഅസിഹി ഖർഹ, ഒരു ഭർത്താവിന്റെ കാലിന്റെ അടി മുതൽ തലയുടെ മുകളിൽ വരെ മുറിവുകളുണ്ട് എന്ന് സങ്കല്പിക്കൂ. തംബജിസു ബിൽ ഖൈഹി വസ്വദീദ്, അതിൽ നിന്ന് ചെലവും നീരുമൊക്കെ ഒലിച്ചിറങ്ങുന്നുണ്ട്. സുമ്മാ ഖബലത്ത് തൽഹസുഹു, ഒരു പെണ്ണ് ചെന്ന്, ഭാര്യ ചെന്ന് അത് നാവ് കൊണ്ട് നക്കി തുടച്ചെടുത്താലും മാ അദ്ദത് ഹഖഹു, അവനോടുള്ള ബാധ്യത തീരുന്നില്ല എന്നാണ്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറഞ്ഞു, വലൈസ അലൽ മർഅതി ബഅദ ഹഖില്ലാഹി വറസൂലിഹി ഔജബ മിൻ ഹഖി സൗജ്, ഒരു പെണ്ണിന് അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ബാധ്യതകൾ കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിനേക്കാളും ബാധ്യത മറ്റൊരാളോടുമില്ല. ഒരു പെണ്ണിന്റെ വിവാഹം കഴിയുന്നതോട് കൂടി സ്വന്തം മാതാപിതാക്കളെക്കാളും ബാധ്യത അവളുടെ ഭർത്താവിനോടുണ്ട് എന്നർത്ഥം. ഇതൊന്ന് മനസ്സിലാക്കി എന്തൊക്കെ സംഭവിച്ചാലും ഞാനാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടവൾ, ഞാനാണ് താഴ്ന്നു കൊടുക്കേണ്ടവൾ, എന്റെ ഭർത്താവ് എന്റെ സ്വർഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് താഴ്ന്നു കൊടുക്കാൻ ഒരു സ്ത്രീക്ക് സാധിക്കണം എന്നർത്ഥം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ മുന്നിലല്ലാതെ സുജൂദ് ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഏതെങ്കിലും ഒരാളുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ സ്ത്രീകളോട് അവരുടെ ഭർത്താക്കന്മാരുടെ മുന്നിൽ സുജൂദിൽ വീഴാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്നാണ്. സഹോദരങ്ങളെ, ആ ഒരൊറ്റ ഹദീസ് പോരെ അതിന്റെ മഹത്വം മനസ്സിലാക്കാൻ. വിശ്വാസികളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പേരിൽ ഒരു അമാനത്ത് ഏറ്റെടുത്തവരാണ് ഞാനും നിങ്ങളും. നമ്മുടെ ഭാര്യയെ, നമ്മുടെ ഭാര്യമാരെ നാം ബുദ്ധിമുട്ടിക്കുക എന്നത് ഒരിക്കലും അനുവദനീയമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ യഫ്റുഖു മുഅ്മിനുൻ മുഅ്മിനതൻ ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ. മുഅ്മിനായ ഒരു മനുഷ്യനും തന്റെ ഭാര്യയെ ബുദ്ധിമുട്ടിക്കരുത്. അവളെ എന്തെങ്കിലും കുറവുകൾ കണ്ടാൽ അത് പറഞ്ഞ് പർവ്വതീകരിച്ച് പ്രയാസപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാകരുത്. കാരണം ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ, അവളിൽ നിന്ന് തനിക്ക് ഇഷ്ടപ്പെടാത്ത വല്ല പെരുമാറ്റവും സ്വഭാവവും ഉണ്ടെങ്കിൽ പോലും തന്നെ തൃപ്തിപ്പെടുത്തുന്ന, സന്തോഷിപ്പിക്കുന്ന നല്ല നല്ല കാര്യങ്ങളും അവളിൽ ഇല്ലേ? സഹോദരങ്ങൾ, അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഒരുപക്ഷെ നമ്മുടെ ഭാര്യ നമുക്ക് ചെയ്യുന്ന സേവനങ്ങളും നമ്മോട് പെരുമാറുന്ന രൂപവും ഒന്നോ രണ്ടോ കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ പോലും എത്ര നല്ല കാര്യങ്ങൾ നമുക്ക് വേണ്ടി, നമ്മെ സന്തോഷിപ്പിക്കുന്ന, നമ്മുടെ മനസ്സിന് ആനന്ദം നൽകുന്ന, നമ്മുടെ കണ്ണിന് കുളിർമ നൽകുന്ന എന്തെല്ലാം നല്ല കാര്യങ്ങൾ അവളിലുണ്ട് എന്ന് ചിന്തിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇങ്ങനെ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുള്ളയുടെ ഭാര്യ പറയുന്നുണ്ട്, ഞങ്ങൾ ഭർത്താക്കന്മാരോട് സംസാരിക്കുമ്പോൾ അടിമകൾ ഉടമയോട് സംസാരിക്കുന്നത് പോലെ ബഹുമാനത്തോടെയാണ് സംസാരിച്ചിരുന്നത്, ആദരവോടെയാണ് ഞങ്ങൾ സംസാരിച്ചിരുന്നത്. കണ്ടോ?
സഹോദരങ്ങളെ, അങ്ങനത്തെ ഒരു മനസ്സിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ആ ഒരു വീട്ടിൽ സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്നർത്ഥം. അവിടെയാണ് ബുയൂത്തക്കും സക്കന, നിങ്ങളുടെ വീടുകളെ സമാധാന കേന്ദ്രമാക്കി എന്ന് പറഞ്ഞിടത്തേക്ക് നമ്മൾ വീടെത്തുകയുള്ളൂ. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ വീടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് റാഹത്തായ സമാധാനത്തോടെയുള്ള ശാന്തിയോടുകൂടിയുള്ള ഒരു അവസ്ഥക്ക് ഏറ്റവും വലിയ പ്രയാസമായി വരുന്നത് നമ്മുടെ മക്കളുടെ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്ക് നൽകിയ നമ്മുടെ മക്കൾ, ആ ഒരു മക്കൾ എന്ന അനുഗ്രഹത്തിന്റെ മഹത്വം മനസ്സിലാകണമെങ്കിൽ മക്കളില്ലാത്ത ആളുകളോട് കുറച്ച് സമയം സംസാരിച്ചാൽ മതിയാകും, അല്ലേ? വിവാഹം കഴിഞ്ഞ് 4-5 കൊല്ലം കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുന്ന ദമ്പതികളോട് ഒരു 10 മിനിറ്റ് സംസാരിച്ചാൽ മനസ്സിലാകും റബ്ബ് നമുക്ക് ചെയ്ത അനുഗ്രഹത്തിന്റെ വലുപ്പം. അവർ എത്ര വിലപിടിപ്പുള്ള മരുന്നും കഴിക്കാൻ റെഡിയാണ്. ഏത് വിധത്തിലുള്ള ചികിത്സക്കും വിധേയരാകാൻ അവർ തയ്യാറാണ്. ഏത് ദൂരെയുള്ള ഡോക്ടർമാരെ പോയി കാണാനും അവർ സന്നദ്ധരാണ്. എങ്ങനെങ്കിലും ഒരു കുട്ടി ഉണ്ടാകണം എന്നത് അവരുടെ അത്രയും വലിയ ആഗ്രഹമായി പറയുന്നത് സഹോദരങ്ങളെ നമ്മൾ കാണാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ അതിനെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളുടെ ആധിപത്യം അല്ലാഹുവിനാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറയാണ്, യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നതാണ് അവൻ സൃഷ്ടിക്കുന്നത്. യഹബു ലിമൻ യശാഉ ഇനാസ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പെൺമക്കളെ മാത്രം കൊടുക്കുന്നു. വയഹബു ലിമൻ യശാഉ ദുകൂർ, അവൻ ഉദ്ദേശിക്കുന്ന ചിലർക്ക് അവൻ ആൺമക്കളെ നൽകുന്നു. ഔ യുസവ്വിജുഹും ദുക്റാനം വ ഇനാസ, വേറെ ചിലർക്ക് ആൺമക്കളെയും പെൺമക്കളെയും ഇടകലർത്തി നൽകുന്നു. വയജ്അലു മൻ യശാഉ അഖീമാ, അവൻ ഉദ്ദേശിക്കുന്ന ചിലരെ മക്കളില്ലാത്തവരാക്കി മാറ്റുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ പ്രയോഗം നോക്കി നിങ്ങൾ. ചിലർക്ക് ആൺകുട്ടികളെ കൊടുക്കും, ചിലർക്ക് പെൺകുട്ടികളെ കൊടുക്കും, ചിലർക്ക് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൊടുക്കും, ചിലരെ മക്കളില്ലാത്തവരാക്കി മാറ്റുകയും ചെയ്യും. എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹ് പറയാണ്, ഇന്നഹു അലീമുൻ ഖദീർ, അല്ലാഹു സർവജ്ഞനും സർവശക്തനുമാണ്. എല്ലാം അറിയുന്ന, എല്ലാത്തിനും കഴിവുന്ന അല്ലാഹ് ചിലർക്ക് മക്കളെ തന്നെ കൊടുത്തില്ല എന്നും വരും. സഹോദരങ്ങൾ, അതുകൊണ്ട് മക്കളെ കിട്ടിയ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുക എന്നുള്ളതാണ്. അവരെ സ്വർഗത്തിലേക്കുള്ള ഒരു മുതൽക്കൂട്ടാക്കി മാറ്റുക എന്നുള്ളതാണ്. നാം മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക് പ്രതിഫലം ഒഴുകിയെത്താൻ പറ്റുന്ന പരുവത്തിലേക്ക് അവരെ വളർത്തിയെടുക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത. വിശുദ്ധ ഖുർആൻ നമുക്ക് മക്കൾ അനുഗ്രഹമാണ് എന്ന് പഠിപ്പിക്കുന്നതോടൊപ്പം മക്കൾ ഒരു പരീക്ഷണമാണ് എന്നും പഠിപ്പിച്ചു തന്നു. 1-2 സ്ഥലങ്ങളിൽ അള്ളാഹു പറഞ്ഞ കാര്യമാണ്, ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളുമൊക്കെ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി തന്ന ഒരു പരീക്ഷണ വസ്തുവാണ്. സഹോദരങ്ങളെ, ആ പരീക്ഷണത്തിൽ ഒരുപക്ഷെ നമ്മുടെ ശത്രുവായി മാറുന്ന അവസ്ഥ പോലും ഉണ്ടാകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും, തീർച്ചയായും നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ സന്താനങ്ങളിലും നിങ്ങൾക്ക് ചില ശത്രുക്കളുണ്ട്. ഫഹ്ദറൂഹും, കരുതിയിരുന്നോ, ജാഗ്രത കൈകൊണ്ടോ. എത്ര പേടിക്കണം മക്കളുടെ കാര്യത്തിൽ, ഇണയുടെ കാര്യത്തിൽ. അള്ളാഹു പറയാണ്, വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട്, ഈമാനുള്ളവരെ വിളിച്ചിട്ട് അള്ളാഹ് പറയാണ്, മുഅ്മിനീങ്ങളെ, നിങ്ങളെ ശത്രുവായി മാറുന്ന അവസ്ഥ നിങ്ങളുടെ ഭാര്യമാരിൽ, നിങ്ങളുടെ ഭർത്താക്കന്മാരിൽ, നിങ്ങളുടെ ഇണകളിൽ, നിങ്ങളുടെ സന്താനങ്ങളിൽ നിങ്ങളുടെ ശത്രുക്കൾ പോലും ഉണ്ടായി വരും. കരുതിയിരുന്നോളൂ എന്ന് പറയുമ്പോൾ എത്ര ജാഗ്രത നമ്മൾ കൈകൊള്ളണം. സഹോദരങ്ങളെ, നാം സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി അധ്വാനിക്കുന്നവരുമാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണ്. അവന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നവരാണ്. 5 നേരം നിസ്കരിക്കുന്നവരാണ്. ദിക്റുകളിലും ദുആകളിലും മുഴുകുന്നവരാണ്. ആ സ്വർഗത്തിൽ പോകുമ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ സന്താനങ്ങളും ഉണ്ടാകണം എന്നതല്ലേ നമ്മുടെ ആഗ്രഹം. വിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെയല്ലേ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ അവരെ പിന്തുടരുന്ന സന്താനങ്ങൾ, ആ സന്താനങ്ങളെ അല്ലാഹു സ്വർഗത്തിലേക്ക് അവർക്ക് ചേർത്തി കൊടുക്കും. അതുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് നമ്മുടെ ആഗ്രഹം പോലെ നമ്മുടെ മക്കളും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. അതിന് ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അതിന് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യും വേണം.
വിശുദ്ധ ഖുർആനിലെ 66-ാം അധ്യായം സൂറത്തു തഹ്രീമിലെ 6-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. വിശ്വാസികളെ, നിങ്ങൾ സ്വന്തം ദേഹങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. അഹ്ല് എന്നാ പറഞ്ഞത് അല്ലെ? ഭാര്യ, മക്കൾ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഹ്ല്. തന്റെ ഭാര്യ, തന്റെ മക്കൾ, അവരെ നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറയുമ്പോ സഹോദരങ്ങളെ, ഹിദായത്ത് കൊടുക്കുന്നവൻ അള്ളയാണെങ്കിലും അതിലേക്കുള്ള അദബ് പഠിപ്പിച്ചു കൊടുക്കൽ, മര്യാദ പഠിപ്പിച്ചു കൊടുക്കൽ മാതാപിതാക്കളുടെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എല്ലാവരും ജനിച്ചു വീഴുമ്പോൾ ശുദ്ധ പ്രകൃതിയിലാണ്. പിന്നെ അവന്റെ സാഹചര്യമാണ്, അവന്റെ മാതാപിതാക്കളാണ് അവൻ മജൂസിയാകാനും അവൻ ക്രിസ്ത്യാനിയാകാനും അവൻ ജൂതനാകാനും ഒക്കെ കാരണമാകുന്നത് എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾക്ക് മക്കളുടെ തർബിയത്തിൽ, പരിപാലനത്തിൽ എത്ര വലിയ പങ്കുണ്ട് എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ്, ഒരാൾ വിവാഹം കഴിക്കുമ്പോൾ തന്നെ അവന്റെ ഭാവിയിൽ അവന് വരാൻ പോകുന്ന സന്താനങ്ങളെ മുന്നിൽ കണ്ടിട്ട് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ ഒരു ഇണയെ തെരഞ്ഞെടുക്കുമ്പോൾ ഒരു പെണ്ണിനെ കിട്ടിയാൽ പോരാ, ഭാവിയിൽ എന്റെ തലമുറ നിലനിർത്താൻ ആവശ്യമായ എന്റെ മക്കളെ പ്രസവിക്കാൻ യോഗ്യതയുള്ള ഒരു പെണ്ണിനെ കിട്ടണം. നമ്മുടെ മക്കൾക്കൊക്കെ, പെൺമക്കൾക്കൊക്കെ കല്യാണം നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് എന്റെ മോൾക്ക് ഒരു പുതിയാപ്പിളയെ കിട്ടിയാൽ മതി എന്ന് മാത്രമല്ല, എന്റെ മോള് പ്രസവിക്കുമ്പോൾ ആ മക്കളുടെ ബാപ്പയാകാൻ യോഗ്യതയുള്ള ആളെ കിട്ടണം. ഈമാനിന്റെ കാര്യത്തിൽ, ദീനിന്റെ വിഷയത്തിൽ, സ്വഭാവത്തിന്റെ കാര്യത്തിൽ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ, ഇങ്ങനെ അദബിന്റെ കാര്യത്തിൽ ഏറ്റവും നല്ലവരെ കിട്ടണമെന്ന് അവിടെ ആരംഭിക്കണം എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട്. അതുകൊണ്ടാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾക്ക് ഖുൽഖ് കൊണ്ടും ദീനു കൊണ്ടും തൃപ്തരായ ഒരാൾ വിവാഹം അന്വേഷിച്ചു വന്നാൽ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും, അപകടങ്ങൾ ഉണ്ടാകും, ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാകും എന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സന്താന പരിപാലനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഗർഭിണിയാകുന്ന സമയം മുതൽ. ഒരു പെണ്ണ് ഗർഭിണിയാകുന്നത് പോലും അറിഞ്ഞും ആഗ്രഹിച്ചും കൊണ്ടായിരിക്കണം. മക്കള് വേണ്ടാന്ന് വിചാരിക്കുന്ന, ഇപ്പൊ ഉണ്ടാകരുതേ എന്ന് ചിന്തിക്കുന്ന ഒരു സമയത്താണ് ഒരു പെണ്ണ് ഗർഭിണിയാകുന്നതെങ്കിൽ അൽഹംദുലില്ലാഹ് എന്ന് മനസ്സറിഞ്ഞ് ആ അനുഗ്രഹത്തെ സ്വീകരിക്കുന്നതിന് പകരം അവളെ മനസ്സെന്താ ഉണ്ടാവുക? കുടുങ്ങിയല്ലോ എന്നുണ്ടാവുക, അല്ലേ? പെട്ടുപോയല്ലോ എന്ന സഹോദരങ്ങളെ വിചാരിക്കുക. അങ്ങനെയല്ല, അത് റബ്ബ് ചെയ്ത അനുഗ്രഹമാണെന്ന മനസ്സോടെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സിലാണ് ഒരു പെണ്ണ് ഗർഭിണിയാകേണ്ടത് എന്നർത്ഥം. ഗർഭകാലത്ത് അവൾ വീട്ടിൽ നിന്നും, കുടുംബത്തിൽ നിന്നും, ഭർത്താവിൽ നിന്നും, ഭർത്താവിന്റെ ഉമ്മയിൽ നിന്നുമൊക്കെ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ ഗർഭസ്ഥ ശിശുവിനെ പോലും സാരമായി ബാധിക്കുന്നുള്ളതാണ്. അവളുടെ മനസ്സിന് വരുന്ന സംഘർഷങ്ങൾ, പിരിമുറുക്കങ്ങൾ, അതൊരു പ്രയാസമായി അവളുടെ മക്കളിൽ പോലും പ്രതിഫലിക്കുമെന്നാണ് പഠനങ്ങൾ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭർത്താക്കന്മാരൊക്കെ ഏറ്റവും അധികം ഭാര്യമാരോട് സ്നേഹം കാണിക്കേണ്ടുന്ന, നല്ല നിലയിൽ അവരോട് പെരുമാറേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലയളവ് ഗർഭിണിയായിരിക്കുന്ന സമയമാണ്. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. സഹോദരങ്ങൾ, ആ ഒരു ശ്രദ്ധ പോലും പല ആളുകളിൽ ഉണ്ടാവില്ല. അപ്പോഴും സ്ത്രീകൾക്ക് ഭർത്താവിൽ നിന്നും, വീട്ടിൽ നിന്നും, കുടുംബത്തിൽ നിന്നും കുത്തുവാക്കുകളും പ്രയാസപ്പെടുത്തുന്ന സംസാരങ്ങളുമാണ് കേൾക്കേണ്ടി വരുന്നതെങ്കിൽ എന്തൊരു പ്രയാസമായിരിക്കും അതുകൊണ്ടുണ്ടാവുക. അതും കഴിഞ്ഞ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ അവർക്ക് വേണ്ടി നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതും ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് എന്ന് നമ്മെ പഠിപ്പിച്ചതും അമാനി മൗലവി റഹിമഹുല്ലാ സൂറത്തുൽ ഫലക്കിന്റെ വിശദീകരണത്തിൽ എടുത്തു കൊടുത്തതുമായ ഒരു പ്രാർത്ഥന, വഇദുകുമാ ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. പ്രസ്തുത ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുകയാണ്, ഒരു രക്ഷിതാവ്, ഒരു ഉപ്പ, ഒരു ഉമ്മ മക്കളിൽ എന്തിനെയൊക്കെ ഭയപ്പെടുന്നുണ്ടോ അതിൽ നിന്നെല്ലാം രക്ഷ കിട്ടുന്ന ഒരു പ്രാർത്ഥനയാണത്. അള്ളാഹുവിന്റെ മുഴുവൻ നാമങ്ങളും മുൻനിർത്തി മുഴുവൻ ഷർറിൽ നിന്നുമുള്ള രക്ഷ തേടലാണ് ഈ പ്രാർത്ഥന. അതുകൊണ്ട് നമ്മളെ മക്കൾക്ക് വേണ്ടി നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കണം. അവരിൽ കാണുന്ന ചെറിയ ചെറിയ പ്രയാസങ്ങളിൽ നമ്മൾ അവർക്കെതിരെ ദുആ ചെയ്യുന്ന അവസ്ഥ,
എന്ത് സംഭവിച്ചാലും ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായാലും മക്കൾക്കെതിരായി പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥ വിശ്വാസികളെ നമ്മുടെ നാവിൻ തുമ്പത്ത് വരരുത്. ഉമ്മമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോൾ അപ്പത്തൊരു ദേഷ്യത്തിൽ ആ ഒരു സമയത്തെ പ്രയാസം ഉണ്ടാകുമ്പോൾ മക്കൾക്കെതിരെയൊക്കെ പ്രാർത്ഥിച്ചു പോകും. നീ ഒന്നും ഗുണം പിടിക്കൂല എന്നൊക്കെ പറയും അല്ലേ, നീ ഒന്നും നന്നാവൂല, നിന്നൊന്നും പഠിപ്പിച്ചിട്ട് ഉപകാരപ്പെട്ടില്ല എന്നിങ്ങനെയുള്ള ശാപവാക്കുകളും കുത്തുവാക്കുകളും ഒരിക്കലും ഉമ്മയിൽ നിന്ന് ഉപ്പയിൽ നിന്ന് ഒരു മക്കൾക്കെതിരെ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. സഹോദരങ്ങളെ, ഒരു കുട്ടി സ്കൂളിൽ നിന്ന് വികൃതി കാണിച്ച് അധികൃതർ വീട്ടിലറിയിച്ച് കുടുംബക്കാരും വീട്ടുകാരും അവനെ വെറുത്ത് സ്കൂളിൽ നിന്ന് പുറത്താക്കേണ്ട അവസ്ഥയുണ്ടായി. നാട്ടുകാരൊക്കെ ഇവൻ വികൃതിയാണ്, നന്നാവാത്തവനാണ് എന്ന് മുദ്രകുത്തി അവന്റെ ഉമ്മ മാത്രം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, എന്റെ മോനെ കുറിച്ച് ഏതൊക്കെ ആളുകൾ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ടോ അതേ നാവുകളിൽ നിന്ന് അതേ വ്യക്തികളിൽ നിന്ന് എന്റെ മോൻ നന്നായി എന്ന് കേൾക്കുന്നൊരവസ്ഥ പടച്ചോനെ എനിക്ക് കാണിച്ചു തരണേ എന്ന് നിരന്തരമായി ആ ഉമ്മ പ്രാർത്ഥിക്കുകയാണ്. കുട്ടി നന്നാവുകയാണ്, കുട്ടിക്ക് പെട്ടെന്നൊരിക്കൽ മാറ്റമുണ്ടാവുകയാണ്, ജീവിതം ക്രമീകരിക്കപ്പെടുകയാണ്, ദീനിയായ പഠനത്തിലേക്ക് അവൻ മാറിപ്പോവുകയാണ്. 172 ഗ്രന്ഥങ്ങൾ രചിച്ച അബുൽ ഹസൻ അലി നദവി റഹ്മഹുല്ലയായി അദ്ദേഹം മാറുകയാണ്. സഹോദരങ്ങളെ, മക്കൾക്കെതിരല്ല, മക്കൾക്ക് വേണ്ടിയാണ് നമ്മുടെ പ്രാർത്ഥന ഉണ്ടാകേണ്ടത്. കാഴ്ച കുറഞ്ഞു വന്ന് പഠനം പ്രയാസത്തിലായപ്പോൾ ഉമ്മ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, നിന്റെ ഖുർആനും നിന്റെ ഹദീസും നിന്റെ പ്രവാചകന്റെ വചനങ്ങളും പഠിക്കാൻ എന്റെ മോന് കാഴ്ച കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാഴ്ച തിരിച്ചു ലഭിക്കുകയാണ്, പഠനം തുടരുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ ആധികാരികമായ വിശദീകരണമായ ഹദീസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം സഹീഹുൽ ബുഖാരി രചിച്ച ഇമാം ബുഖാരിയാണ് ആ കുട്ടി എന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്ര സംഭവങ്ങളുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകൾ ഉയരണം. ഈ ഇരിക്കുന്ന നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാകും. നമുക്ക് സ്വർഗം കിട്ടാൻ പ്രാർത്ഥിക്കുന്ന പോലെ, നമ്മുടെ അമലുകൾ സ്വീകരിക്കാൻ പ്രാർത്ഥിക്കുന്ന പോലെ, രോഗം മാറാനും കടം വീടാനും പ്രാർത്ഥിക്കുന്ന പോലെ നമ്മുടെ മനസ്സിൽ തട്ടി നമ്മൾ പ്രാർത്ഥിക്കണം, പടച്ചോനെ നിന്റെ കുട്ടിനെ കൊണ്ട് എനിക്ക് സന്തോഷം നൽകണേ. ഇബാദുർ റഹ്മാനിന്റെ പ്രാർത്ഥന എന്താ സഹോദരങ്ങളെ? അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നത്, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ, ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ സന്താനങ്ങളിലും നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണേ അല്ലാഹ്, സമാധാനം നൽകണേ, സംതൃപ്തി പകരണേ എന്ന ദുആയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എങ്കിൽ മക്കൾക്ക് വേണ്ടി നിരന്തരമായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാൻ സഹോദരങ്ങളെ നമ്മൾക്ക് കഴിയണം. അതോടൊപ്പം അവരെ ഏറ്റവും നല്ല സംവിധാനങ്ങളുമായി നമ്മൾ ബന്ധിപ്പിക്കണം. ദീനി സംരംഭങ്ങളുമായി അവരെ ബന്ധിപ്പിക്കണം. പറഞ്ഞാൽ കേൾക്കാത്തൊരു പ്രായം എത്തുമ്പോൾ അല്ല, ചെറുപ്പം മുതൽ തന്നെ ദീനി സംവിധാനങ്ങളുമായി. അൽഹംദുലില്ലാഹ്, ഇന്ന് നമ്മുടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ മാതൃഘടകത്തിന്റെയും അതിന്റെ പോഷക ഘടകങ്ങളുടെയും നേതൃത്വത്തിൽ എല്ലാ നിലക്കുമുള്ള സംവിധാനങ്ങൾ, സംരംഭങ്ങൾ ലഭ്യമാണ്. കുട്ടികൾക്ക് CRE കണ്ടിന്യൂയിങ് റിലീജിയസ് എഡ്യൂക്കേഷൻ എന്ന പേരിൽ ദീന് അവരുടെ പ്രായത്തിൽ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള സിലബസോടുകൂടി നാം മുന്നോട്ട് വെക്കുന്ന അത്തരം ക്ലാസുകളിൽ നമ്മുടെ മക്കൾ ഉണ്ടാകണം. ബാലവേദി തലം മുതൽ ചെറിയ കുട്ടികൾ മുതൽ കളിച്ചും പാടിയും ആടിയും അവർക്ക് റബ്ബിനെ കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്ന, ദീൻ എന്തെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന, സ്വഭാവ ഗുണങ്ങൾ അവളുടെ ഹൃദയങ്ങളിലേക്ക് ഊട്ടിയുറപ്പിക്കുന്ന, പാട്ടും കളിയും ചിരിയുമായി അവരെ പഠിപ്പിക്കുന്ന സംവിധാനങ്ങൾ ഇന്ന് നമുക്കുണ്ട്. പക്ഷെ നമ്മുടെ മക്കള് അങ്ങനെ അത്തരം ക്യാമ്പുകളിൽ വരാതെ പോകുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇത്തരം സദസ്സുകളിൽ കുടുംബസമേതം വന്നിരിക്കാൻ നമുക്ക് കഴിയണം. ഭാര്യയും മക്കളും എല്ലാവരും കേൾക്കട്ടെ ഇത്. ഇങ്ങനെയുള്ള നല്ല സംവിധാനങ്ങളുമായി മക്കളെ ബന്ധിപ്പിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സഹോദരങ്ങളെ, പലപ്പോഴും കൂട്ടുകെട്ടൊരു വലിയ പ്രശ്നമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ഒരാൾ തന്റെ കൂട്ടുകാരന്റെ ആദർശത്തിലായിരിക്കും. എന്നിട്ട് റസൂലുള്ള പറയാണ്, ഫൽയൻദുർ മൻ യുഖാലിൽ, ആരോടാണ് കൂട്ടുകൂടുന്നത് എന്ന് നോക്കണം. ഇതൊന്ന് നമ്മൾ നന്നായി ശ്രദ്ധിച്ചാലേ നടക്കുള്ളൂ. ഒരുപക്ഷെ നമ്മൾ എത്ര ശ്രദ്ധിച്ചിട്ടും നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും നമുക്ക് കിട്ടാത്ത അവസ്ഥയുണ്ടായേക്കാം. അത് റബ്ബിന്റെ വിധി എന്ന് നമുക്ക് സമാധാനിക്കാം. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണ്ടേ സഹോദരങ്ങളെ? അതുകൊണ്ട് അവരുടെ കൂട്ടുകാർ ഏറ്റവും നല്ല കൂട്ടുകാരാണ്, നല്ലവരോടൊപ്പമാണ് അവർ സഹവസിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അതോടൊപ്പം
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനുമായി അവർക്കൊരു നിത്യബന്ധം ഉണ്ടാക്കി കൊടുക്കണം. സഹോദരങ്ങളെ, ഖുർആൻ പഠന സംവിധാനങ്ങളാണ് ഒരു മനുഷ്യനെ നന്നാക്കുക. അൽഹംദുലില്ലാ, ഞാൻ ഈ ഒരു സദസ്സിൽ അത് ദീർഘമായി പറയേണ്ടതില്ല എന്ന് എനിക്കറിയാം. എല്ലാവരും വിശുദ്ധ ഖുർആൻ പഠന സംവിധാനങ്ങളുമായി ആത്മാർത്ഥമായി നിരന്തരമായി ഇടതടവില്ലാതെ മുടങ്ങാതെ പങ്കെടുക്കുന്നവരാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ മക്കൾ അതിലേക്കുണ്ടോ? അവരെയും കൂട്ടി വരാൻ ആഴ്ചയിൽ 1 മണിക്കൂർ സമയം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ വലിയ അപകടമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണെന്നറിയോ? വമൻ യഅശു അൻ ദിക്രി റഹ്മാൻ നുഖയ്യിദ് ലഹു ശൈത്വാന ഫഹുവ ലഹു ഖരീൻ. ആരെങ്കിലും വിശുദ്ധ ഖുർആനിൽ നിന്ന്, ഈ ഉത്ബോധനത്തിൽ നിന്ന് മാറിപ്പോയാൽ, അന്ധത കാണിച്ചാൽ, അവന് നാം ഒരു പിശാചിനെ ഏർപ്പാടാക്കി കൊടുക്കും. പിന്നെ അവന്റെ കൂട്ടുകാരൻ പിശാചായിരിക്കും. അവർ ഇവനെ വഴിതെറ്റിക്കും. ഇവൻ വിചാരിക്കും ഞാനൊക്കെ സന്മാർഗത്തിലാണ്. ഈ ഒരു അവസ്ഥ ഇന്നില്ലേ? ഖുർആനുമായി ബന്ധം കുറഞ്ഞപ്പോ പിശാചുമായല്ലേ സഹോദരങ്ങളെ നമ്മുടെ ബന്ധം? പിശാചിന്റെ ദുഷ്പ്രേരണകളും അവന്റെ അവന്റെ പ്രേരണകൾക്ക് വശംവദരായിട്ടുള്ള പ്രവർത്തനങ്ങളല്ലേ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം അള്ളാഹുവിന്റെ ഖുർആനുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ്. അത് തന്നെ ചില പ്രത്യേക സൂറത്തുകളും ചില പ്രത്യേക ആയത്തുകളും ഒക്കെ പ്രത്യേകം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട്, അല്ലേ? നമുക്കറിയാം, സൂറത്തുൽ ബഖറയെ പോലെ, ആയത്തുൽ കുർസിയെ പോലെ, സൂറത്തുൽ ഫാത്തിഹയെ പോലെ, സൂറത്തുൽ ഇഖ്ലാസിനെ പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രത്യേകം ആയത്തുകൾ, സൂറത്തുകൾ, അതുമായി നമുക്ക് നിത്യബന്ധമുണ്ടാകണം. ദിക്റുകളും ദുആകളും നമ്മുടെ വീട്ടിൽ പാലിക്കാൻ, പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ആകത്തുക. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ വീട്ടിൽ നിന്ന് ചില തിരുത്തലുകൾ നമ്മൾ തുടങ്ങണം. നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും നമ്മളൊക്കെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമെങ്കിൽ സമയം കണ്ടെത്തണം. എല്ലാ ദിവസവും എല്ലാ നേരത്തെ ഭക്ഷണമൊന്നും ഒരുമിച്ച് നമ്മുടെ ജോലിയും നമ്മുടെ വീട്ടുകാരുടെ പ്രവർത്തനങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ സാധിച്ചോളണമെന്നില്ല. പക്ഷെ കഴിയുന്ന അവസരങ്ങളിൽ ഒരു പാത്രത്തിൽ നിന്ന് തിന്നാൻ കഴിയുമെങ്കിൽ അത് ഏറ്റവും നല്ലത്. ഇനി സാധ്യമല്ലെങ്കിൽ സഹോദരങ്ങൾ ഒരുമിച്ചിരുന്ന് ഒന്ന് ഭക്ഷണം കഴിച്ചു നോക്കി. ആ സമയത്തൊന്ന് മൊബൈലൊക്കെ ഒന്ന് മാറ്റിവെച്ച് പരസ്പരം നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒന്ന് മുഖാമുഖം നോക്കിക്കൊണ്ട് ഒന്ന് ഭക്ഷണം കഴിച്ചാൽ അതിൽ കിട്ടുന്ന ബറക്കത്ത് എത്രയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ഇന്നാ നൗകുലു വലാ നശ്ബഉ യാ റസൂലല്ലാഹ്, ഞങ്ങൾ നല്ല ഭക്ഷണം കഴിക്കണമൊക്കെ ഉണ്ട്, പക്ഷെ ഒരു വിശപ്പ് മാറുന്നില്ല, വയറ് നിറയുന്നില്ല, റാഹത്ത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ വെവ്വേറെ ഇരുന്നാണോ ഭക്ഷണം കഴിക്കാറ്? അതേ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? നിങ്ങൾ ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കൂ, ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കൂ, അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചൊരിയും. കണ്ടോ? ഇതൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് നമുക്ക് തുടങ്ങാം. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ബിസ്മി ചൊല്ലിക്കൊണ്ട് കയറുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആരെങ്കിലും വീട്ടിൽ കയറുമ്പോ അള്ളാഹുവിനെ ഓർക്കുന്നുണ്ടെങ്കിൽ പിശാചു പറയും, ഇന്ന് നിങ്ങൾക്ക് ഇവിടെ, മറ്റു പിശാചുക്കളോട് പറയും, ഇന്നിവിടെ അന്തി ഉറങ്ങാൻ സ്ഥലമില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ കൂടി ബിസ്മി ചൊല്ലിയാൽ പിശാചു പറയും, ഇന്ന് നിങ്ങൾക്ക് ഇവിടെ ഭക്ഷണവുമില്ല. അള്ളാഹുവിനെ ഓർക്കാതെ വീട്ടിലേക്ക് കയറി ചെന്നാൽ പിശാചു പറയും, അദ്റക്തുമുൽ മബീത്, നിങ്ങൾക്ക് ഇവിടെ സൗകര്യമുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ കൂടി റബ്ബിനെ ഓർക്കാൻ മറന്നുപോയാൽ പിശാചു പറയും, അദ്റക്തുമുൽ അശാ, നിങ്ങൾക്ക് ഇവിടെ ഭക്ഷണം റെഡിയാണ്. സഹോദരങ്ങളെ, ചിലപ്പോഴെങ്കിലും നമ്മൾ പിശാചിനു വേണ്ടി ഭക്ഷണവും കിടക്കാനുള്ള സ്ഥലവും നമ്മുടെ വീടുകളിൽ ഒരുക്കുന്നില്ലേ? അതുകൊണ്ട് മറക്കാതെ റബ്ബിനെ ഓർത്തുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് കയറി പോകണം. സഹോദരങ്ങൾ, ചില ആളുകളൊക്കെ കൂട്ടുകാരെ കാണുമ്പോൾ സലാം പറയും, കുടുംബക്കാരോട് സലാം പറയും, കടയിലുള്ളവരോട് സലാം പറയും, സ്വന്തം വീട്ടിലേക്ക് ഒന്നും പറയാതെ ഇങ്ങനെ കയറി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വീട്ടുകാരോട് സലാം പറയണം. അത് നിനക്കും നിന്റെ വീട്ടുകാർക്കും ബറക്കത്ത് ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാണ്. നോക്കൂ, നിങ്ങൾ പ്രവാചകൻ വീട്ടിൽ കയറി ചെന്നാൽ ആദ്യം ചെയ്തൊരു അദബ് എനിക്കുങ്ങൾക്കൊക്കെ ഉണ്ടോ? എന്താണത്? ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കാന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല ബൈതഹു യബ്ദഉ ബിസ്സിവാക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറി വന്നാൽ പല്ല് തേച്ച് തുടങ്ങുമായിരുന്നു. എപ്പോഴും ബ്രഷും പേസ്റ്റും ഒന്നും എടുത്ത് തേക്കാൻ കഴിയില്ലെങ്കിലും നമുക്കൊന്ന് വായ വൃത്തിയാക്കിക്കൂടെ സഹോദരങ്ങളെ? ഒന്ന് വായിൽ വെള്ളം കൊപ്പിളിച്ച് വിരലുകൊണ്ട് നുരച്ച് കഴുകിക്കൂടെ? ഈ അദബ്, ഈ സുന്നത്ത് നമുക്ക് സ്വീകരിച്ചുകൂടെ? ഈ കൂട്ടത്തിൽ ആരും അത് ചെയ്യലില്ല എന്നൊന്നും ഇതിനർത്ഥമല്ല. ഞാൻ പറയുന്നത് ഓർമ്മപ്പെടുത്തി പോകാന്നേ ഉള്ളൂ.
അപ്പൊ നമ്മുടെ വീടുകളിൽ ഒരു ഇസ്ലാമിക ഭവനമാക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. ദിവസവും അല്പമെങ്കിലും വിശുദ്ധ ഖുർആൻ ഓതുന്ന ആളുകളായി നമ്മുടെ വീട്ടിലെ മുഴുവൻ അംഗങ്ങളും മാറണം. അല്പമെങ്കിലും, അല്ലേ? അങ്ങനെ ആയിരുന്നല്ലോ നമ്മളെയൊക്കെ ചെറുപ്പത്തിൽ. വീട്ടിലെല്ലാവർക്കും ഓരോ മുസഫൊന്നും ഉണ്ടാവില്ല, എന്നാലും ഒരാൾ ഓതിയിട്ട് മറ്റൊരാൾക്ക് കൊടുത്തിട്ട് ദിവസവും അല്പമെങ്കിലും വിശുദ്ധ ഖുർആൻ പാരായണം നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്നില്ലേ? ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ വീട്ടിലെ മുഴുവൻ അംഗങ്ങളും എത്തണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുന്നുവെങ്കിൽ, ഖുർആൻ പാരായണത്തിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തന്നെ എന്താ? നിങ്ങൾ വീടുകൾ കബറിടം പോലെ ആക്കരുത്. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്ന് പിശാച് പോലും മാറും. സഹോദരങ്ങളെ, നമ്മുടെ വർഗശത്രുവായ പിശാചിനെ അകറ്റി നിർത്താൻ നമ്മുടെ വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ കഴിയുമെങ്കിൽ നമ്മൾ എന്തിനാണ് അത് പാഴാക്കുന്നത്? അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ വീട്ടിലും, നമ്മുടെ ഭാര്യയോടുള്ള പെരുമാറ്റത്തിലും, ഭർത്താവിനോടുള്ള ഇടപഴകലിലും, മക്കളെ വളർത്തുന്ന കാര്യത്തിലും ഒക്കെയുള്ള നല്ല നല്ല കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചു പരിപാലിച്ചു പോയാൽ ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും. നാം മരിച്ചാലും ഖബറിലേക്ക് പ്രതിഫലമെത്തുന്ന മക്കളായി അവർ മാറും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാൾക്ക് സ്വർഗത്തിൽ ഉന്നത പദവികൾ ഇങ്ങനെ കൊടുക്കുക. എവിടുന്നാണ് എന്ന് അയാൾ തന്നെ അത്ഭുതത്തോടെ ചോദിക്കുക. ബിസ്തിഗ്ഫാരി വലദിക ലക്, നിന്റെ മകന്റെ പാപമോചന പ്രാർത്ഥനയുടെ ഫലാണ്. നീ മരിച്ചു കഴിഞ്ഞപ്പോഴും നിന്റെ ഖബർക്ക് കൂലി കിട്ടാൻ കാരണമായ വവലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, പ്രാർത്ഥിക്കുന്നൊരു മകൻ, പ്രാർത്ഥിക്കുന്നൊരു സന്താനം, അതാണ് നിന്റെ മുതൽക്കൂട്ട് എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് നമ്മുടെ മക്കളിലൂടെ നമുക്ക് ഇഹലോകത്തും പരലോകത്തും വിജയിക്കാൻ കഴിയണം. അവരെ ദീനിയായി വളർത്താൻ നമ്മുടെ ഭാഗം നാം കൃത്യമായി നിർവഹിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ വന്നുപോയ പാപങ്ങൾ പുറത്തു തരണം റഹ്മാനെ. ഞങ്ങളുടെ വീടുകളിലും കുടുംബങ്ങളിലും നീ സമാധാനം നൽകണം യാ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.